രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷ ഈ മാസം 22-ന് പരിഗണിക്കും. SIT റിപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഹർജി മാറ്റിവെച്ചത്. മറ്റന്നാൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് SIT അറിയിക്കുന്നു. റിപ്പോർട്ട് ലഭിച്ചാലുടൻ വാദം കേൾക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഹരിമോഹനാണ് ചെയ്യുന്നത്. ഹരി, ഏതായാലും ഇന്നും ജാമ്യമില്ല, രാഹുൽ ജയിലിൽ തുടരും. എന്താണ് ഇന്ന് നടന്ന വാദങ്ങൾ? വിനിത, ഇന്നും ഇന്നലെയുമായി കേസ് പരിഗണിക്കാനായി എടുത്തിരുന്നു. പക്ഷേ SITയുടെ റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് വാദപ്രതിവാദങ്ങളൊന്നും നടന്നില്ല. മറ്റന്നാളത്തേക്കാണ്, അതായത് 22-ാം തീയതിയിലേക്കാണ് ഈ ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന് SIT റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പത്തനംതിട്ട സെഷൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ SITയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അന്ന് തന്നെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ അടച്ചിട്ട കോടതി മുറിയിലായിരിക്കാം. നിലവിൽ അതിനുള്ള അപേക്ഷയൊന്നും നൽകിയിട്ടില്ല. പക്ഷേ അന്നായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ എന്തായാലും വാദം തന്നെ കേൾക്കണമെങ്കിൽ മറ്റന്നാൾ വരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഈ ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അത് വീണ്ടും നീളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലതാമസം എടുക്കുന്നു. അതിന് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് ഇതിൽ ചില തെളിവുകൾ കൂടി അഡീഷണൽ ആയിക്കൊണ്ട്, അധികമായിക്കൊണ്ട് SIT ശേഖരിച്ചിട്ടുണ്ട്. അത് ഈ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പൊക്കെ നടത്തിയതിനു ശേഷം ഉള്ള ചില തെളിവ് ശേഖരണമാണ്. അത് ഈ SIT റിപ്പോർട്ടിനകത്ത് ചേർക്കണം. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ അയച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് സമഗ്രമായൊരു റിപ്പോർട്ടായിരിക്കും SIT പത്തനംതിട്ട സെഷൻസ് കോടതി സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഉയർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾ അതൊന്നും തന്നെ നിൽക്കാതെ വരും. മജിസ്ട്രേറ്റ് കോടതിയിൽ ഉയർത്തിയിട്ടുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം, അതുപോലെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് തുടങ്ങിയ അതേ വാദങ്ങളൊക്കെ തന്നെ ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യാപേക്ഷയാണ് സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകർ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ വാദങ്ങൾ നിർത്താനോ പുതിയ തെളിവുകൾ കൊണ്ടുവരാനോ ഒന്നും തന്നെ രാഹുലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ രാഹുലിന്റെ അഭിഭാഷകർക്ക് തന്നെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഹൈക്കോടതിയിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ പ്രോസിക്യൂഷന്റെ കയ്യിൽ കൂടുതലായി തെളിവുകൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഒപ്പം തന്നെ രാഹുലിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്, അതെല്ലാം ചേർത്തിട്ടുള്ള റിപ്പോർട്ട് മറ്റന്നാൾ സമർപ്പിക്കും. വിനീത. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ.